എസ്റ്റേറ്റ് മാഫിയ എന്നാണ് പറയുന്നത്. ഈ കോഴ ആരോപണമല്ല പ്രധാനപ്പെട്ട് പറയുന്നത്. അങ്ങനെ അതിലെന്തെങ്കിലും ബന്ധമുണ്ടോ? മാത്രമല്ല ഒരു BJP നേതാവായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നു. താങ്കൾക്ക് റിയൽ എസ്റ്റേറ്റിൽ വലിയ ഇടപെടൽ നടത്തിയെന്നൊക്കെയാണ് ഈ ഒരു കണ്ടെത്തൽ. ഞാൻ പറയുന്നത് കഴിഞ്ഞ ഒരു 5 ദിവസമായില്ലേ, 5 ദിവസം മുതൽ 22 ലക്ഷം കോഴ വാങ്ങി പ്രമോദ് കോട്ടൂളി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കോഴ ആരോപണമുണ്ടോ ഇല്ലയോ അറിയാതെ, കൃത്യമായ തെളിവുകളില്ലാതെ ഒരു മനുഷ്യനെ ഈ ചാനലുകൾക്കകത്തിട്ട്, വാർത്തകൾക്കകത്തിട്ട്, ഫേസ്ബുക്കിലും എല്ലാത്തിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരാൾ ഇന്ന പൈസ കൊടുത്തു എന്ന് പറയണ്ടേ, ഇന്നയാളോട് വാങ്ങിച്ചു എന്ന് പറയണ്ടേ? അങ്ങനെ ഒരു അഭിപ്രായം പറയാതെ, അങ്ങനെ ഒരു കാര്യം ഉയരാതെ എന്തില്ല, ഈ പറഞ്ഞ കാര്യമില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏത് അന്വേഷണത്തിനും എങ്ങനെയും, ഇന്നിപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു വിവരം വന്നത്, ഇതിൻ്റെ ഭാഗമായിട്ട് നിയമപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പരാതികളും നാളെയും മറ്റന്നാളുമായിട്ട് ഞാൻ കൊടുക്കുന്നതാണ്. എന്നെ ഏരിയ കമ്മിറ്റി ഇതുവരെ അറിയിച്ചിട്ടില്ല. എന്നെ അറിയിക്കേണ്ടതാണ്, സംഘടനാപരമായിട്ട് എന്നെ അറിയിക്കണം. ഞാൻ ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ്, സ്വാഭാവികമായിട്ട് അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ ഗൂഢാലോചനകളും കാര്യങ്ങളുണ്ട്. ഈ പാർട്ടിക്കുള്ളിൽ തന്നെയാണ് നിങ്ങൾക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നിട്ടുള്ളത്? എനിക്ക് അറിയാത്തൊരു കാര്യം, ഞാൻ ബാക്കി കാര്യങ്ങൾ നമുക്ക് അവരുടെ വീട്ടിന് മുന്നിൽ പറഞ്ഞാൽ പോലെ വിശദമായ കാര്യം. ഏതെങ്കിലും തരത്തിൽ പാർട്ടി പ്രമോദിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ ഈ വിഷയത്തിൽ? വിശദീകരണം ചോദിച്ചതിൻ്റെ വിവരങ്ങൾ, ആ വിശദീകരണം ചോദിച്ചതിൻ്റെ വിവരങ്ങളെല്ലാം ഒന്നുപോലും മറച്ചു വെക്കാതെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയും. എനിക്കിനി എന്താണ്, ഞാനൊരു മകൻ മാത്രമാണ്, ഒരു അച്ഛനാണ്, ഒരു ഭർത്താവാണ്, എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ സ്നേഹിതനും സുഹൃത്തുമാണ്. അതുകൊണ്ട് എനിക്ക് എന്തില്ല, ഒന്നും മറച്ചു വെക്കാനില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും പറയും. ആരൊക്കെ എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ പ്രമോദ് എന്ന് പറയുന്ന മനുഷ്യനെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചോ അവരുടെ എല്ലാം പേര് ഞാൻ പറയും. കൊടുക്കാൻ ശ്രമിച്ചത് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ആളുകൾ നോക്കാൻ പറയും. ഞാൻ പോട്ടെ. അല്ല, അത് ഞാൻ ഇപ്പം നമുക്ക് അവിടെ നിന്ന് പറഞ്ഞു. മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ് സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പിൽ പരാതി കൊടുത്തതെന്ന് കേൾക്കുന്നുണ്ട്. റിയാസ് അക്കാര്യം നിഷേധിച്ചിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഇടപെടൽ അത്തരം എനിക്കറിയാത്തൊരു കാര്യത്തിനെ പറ്റി ഞാൻ പറയില്ല. എനിക്കറിയില്ല. ആരുടെ വീട്ടിനുമില്ല. ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിൻ്റെ പിറകിലുള്ളത്. അദ്ദേഹം പാർട്ടിക്കാരനാണോ? അതെനിക്കറിയില്ല. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒരു കാര്യം, ഈ ശ്രീജിത്തിൻ്റെ വീട്ടിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് പോകാൻ വേണ്ടി പോകണം. ആ സ്ഥലത്തേക്ക് ആദ്യമായിട്ട്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഈ ശ്രീജിത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഈ ശ്രീജിത്തിൻ്റെ വീട്ടിലേക്ക് പ്രമോദ് എന്ന് പറയുന്ന മനുഷ്യൻ ആദ്യമായി യാത്ര തുടങ്ങാൻ വേണ്ടി പോവാണ്. അതിൻ്റെ അർത്ഥം ഞാൻ ഈ ഇതുമായി ഇതുവരെ പോയിട്ടില്ല. നോക്കാം, നമുക്ക് അയാളുടെ വീട്ടിലേക്ക് പോട്ടെ, അയാൾ പറയട്ടെ. താങ്കളെ ഒരു ബലിമൃഗാക്കി കഴിഞ്ഞു ഈ സംഭവത്തിൽ? ഞാനൊരിക്കലും ഒരു മൃഗമാവില്ല, ഞാൻ മനുഷ്യനാണ്. ഞാൻ എൻ്റെ അമ്മയുടെ മകനാണ്.